ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ രാത്രിയായപ്പോൾ എൻ്റെ കെട്ടിയനൊരു ആഗ്രഹം കേട്ടോ, അയല പൊളിച്ച് കഴിക്കാന്ന്. ഇത് ഞാൻ നാളത്തേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അയലയായിരുന്നു കേട്ടോ. അങ്ങനെ രാത്രിയായപ്പോൾ എന്നോട് പറയാം നമുക്ക് അയല പൊളിച്ച് കഴിക്കാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വാഴയില ഇരിപ്പുണ്ടായിരുന്നു. വാഴയില ഏകദേശം ഒന്ന് വാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എന്തായാലും വാഴയില ഉള്ളതല്ലേ. അതുമാത്രമല്ല അന്ന് നമുക്ക് ഇതുപോലൊരു അയല കിട്ടിയപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിത് പൊളിച്ച് കഴിക്കാം. അന്ന് അതിനുള്ള സാഹചര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ല. ഇപ്പോൾ എന്തായാലും എല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ കരുതി എന്നാൽ പിന്നെ ആ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കാന്ന്. ഞാൻ ഈ മീനൊക്കെ പൊളിക്കുന്ന ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഇതിന് മുന്നേ ഞാനിതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീനൊക്കെ ഞാനൊന്ന് വരഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ നമ്മുടെ മീനൊക്കെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറക്കാനായിട്ടൊന്ന് അരപ്പ് വരട്ടാവേ. അപ്പോൾ അതിന് വേണ്ടിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ലേശം മസാലപ്പൊടിയും പിന്നെ അതിന്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടു കേട്ടോ, കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ മീനൊക്കെ അരപ്പ് പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാലയ്ക്കുള്ള സവാളയും തക്കാളിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ സവാളയും വെളുത്തുള്ളി ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിലേക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് പൊടികളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടിയൊക്കെ തന്നെയാണ്. കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ പൊള്ളിക്കാനുള്ള മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ലേശം വെള്ളം കൂടെ ഒന്ന് വറ്റി വരണം. അപ്പോഴേക്കും നമ്മുടെ മീനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അത്യാവശ്യം വലിയ അയലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തിരിച്ചും മറിച്ചൊക്കെ ഇടാനായിട്ട് ഇച്ചിരി പാടുപെട്ടു. പിന്നെ നമ്മുടെ വാഴയിലും കൂടെ ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ മീൻ പൊളിക്കാനായിട്ട് നമ്മുടെ വാട്ടി വാഴയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള മീനും കൂടെ വെച്ച് കൊടുത്തിട്ട് അതിന്റെ മേളിലേക്കും കുറച്ച് മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് പൊതിഞ്ഞെട്ടി ഒന്നും കൂടെ ഒന്ന് ഓയിലിൽ തിരിച്ചു മറിച്ചിട്ട് പൊളിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 3 അയലയാണ് പൊളിക്കാൻ എടുത്തിട്ടുള്ളത്. 2 പാനിലായിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത്. നമ്മൾ അതിനെ കെട്ടിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞു വെച്ചു. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് തിരിച്ചു മറിച്ചിട്ട് എടുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അയല പൊളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ പൊതി തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണം എൻ്റെ മൂക്കിലേക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ആ അയലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ആ മസാലയൊക്കെ ആണെങ്കിൽ വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ മസാലയിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ തേങ്ങാപ്പാലൊന്നും ഒഴിച്ചിട്ടില്ല. പക്ഷേ ഇതിന്റെ ടേസ്റ്റ് ഒരു ഒന്നൊന്നര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ കണ്ടില്ലേ, നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ച ഇലയൊക്കെ ഇവിടെ വടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.